എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മനുഷ്യന്റെ നാട്ടിലാണ്. ഇന്ന് നമ്മൾ ഒരുപാട് പേര് കൂടിയിട്ട് ഒരു ക്യാമ്പിങ്ങിന് പോവാണ്. എന്താ ക്യാമ്പിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ഗുഹയിലാണ് അല്ലെ, ഗുഹയുടെ ഉള്ളില്. പക്ഷെ അതിലും എന്നെ എക്സൈറ്റഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം അത് കാണിച്ചിട്ട് ഈ പ്രവീൺ മച്ചാൻ തന്നെ വിചാരിക്കും, പ്രവീണേ ഒന്ന് കാണിച്ചു കൊടുത്തേടാ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം. അപ്പൊ ഒന്ന് കണ്ടിട്ട് പോരെ. മലയടിവാരത്തെ കുളിരണിയിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ സംഗീതവും പാറക്കെട്ടുകൾക്കിടയിലെ ഈ കൊച്ചു ഗുഹയും പ്രകൃതിയുടെ മനോഹാരിതയിൽ അലിഞ്ഞു ചേരുമ്പോൾ ഇതൊരു സ്വകാര്യടമാണെന്ന് ഓർക്കുക. നിയമങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട റിസർവ് വനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്യാമ്പിംഗ് നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ്. ഉത്തരവാദിത്വത്തോടെയും പ്രകൃതിയെ മാനിച്ചുകൊണ്ടും നമുക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാം. നമ്മളിത് ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്തത് വെള്ളച്ചാട്ടമൊക്കെ. അപ്പോൾ ഈ കാണുന്ന കുന്ന് കയറി താഴെ ഇറങ്ങിയാലേ നമുക്കിന്ന് ഗുഹയിൽ കയറാനായിട്ട് പറ്റുള്ളൂ. ഓ, വഴിയൊക്കെ ഇച്ചിരി കഠിനമായിട്ടുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ താഴേക്കിനി ഇറങ്ങിപ്പോണം. വഴിയൊക്കെ വെട്ടിത്തെളിച്ചോണം കേട്ടോ പോകാനായിട്ട്. താഴെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഒരു പ്രത്യേകതരം നിഗൂഢത നിറഞ്ഞ കാടിലേക്കാണ് നമ്മൾ പോകുന്നത്. മനുമോനെ, ശരിക്കും ഒരു കാടിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. കാട് വെട്ടിത്തെളിച്ചാണല്ലോ നമ്മൾ പോകുന്നത്. ഇതുവരെ എന്താണ് ക്യാമ്പ് ചെയ്യാത്ത എക്സ്പീരിയൻസ്. ദുർഘടം ദുർഘടം പാത ദുർഘടം. ഇനിയും താഴേക്ക് പോകാനുണ്ട്. അപ്പൊ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ഗുഹയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ. ഓ, തെന്നുന്നുണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ ഏകദേശം ഗുഹയുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന പാറയുടെ ഇടയിലൊക്കെ ഇപ്പോൾ ഗ്യാപ്പായി. ശരിക്കും ഒരു ഗുഹയിലേക്ക് പോകുന്ന ഫീലായി. ചിലതൊക്കെ തെന്നുന്ന പാറയുണ്ടാവും. നമ്മൾ നോക്കിയില്ലെങ്കിൽ നേരെ താഴേക്ക് അങ്ങ് പോയി പോവും. ഓ, ഇനി ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമ്മൾ പറഞ്ഞ ഗുഹാമുഖം എത്തും. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഗുഹയുടെ ഉള്ളിൽ കയറും കേട്ടോ. നമ്മളിപ്പോ ഈ കാണുന്ന ഗുഹയ്ക്ക് ഒരു ചരിത്രം ഉണ്ട് കേട്ടോ വിജയമച്ചാൻ. എന്ത് ചരിത്രം അത്? അത് നമുക്ക് ഗുഹയ്ക്ക് അകത്ത് കയറി കഴിയുമ്പോൾ പറയാം. സർപ്രൈസ് ആണോ? സർപ്രൈസ് ആണ്. ചൊറിയാതുകൊണ്ട് ചൊറിയുന്നുണ്ട്. എന്തായാലും സർപ്രൈസ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. നമ്മുടെ സത്യേട്ടനോട് ചോദിക്കാൻ. അപ്പൊ മനുവിനെ അറിയില്ല, സത്യേട്ടനെ അറിയുള്ളൂ. സത്യേട്ടനാണ് ഇവിടുത്തെ സത്യങ്ങളൊക്കെ അറിയുന്നത്. മനുമോനെ, എന്തായി? നമ്മൾ കുറെ ആയല്ലോ വരുന്നു. സത്യം എവിടെ നമ്മുടെ ഗുഹ? ഇതിന്റെ ഉള്ളിലാണോ ഗുഹ? ഒമ്മേ, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറണോ അല്ലേ? ഇതിന്റെ ഉള്ളിൽ അങ്ങ് പോവാണ് ഒരു ഗുഹ. ആ, വെച്ചാലേ ഇതിന്റെ ഉള്ളില് 1 കിലോമീറ്ററോ? നാടാണ്. ഇതിന്റെ അകത്താണ് മറ്റേ നീലക്കൊടുവേലി ഇരിക്കുന്ന. അപ്പൊ കാണാനുള്ള കാഴ്ചയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്തൂടെ ചിലപ്പോ പെരുമ്പാമ്പ് കണ്ടെന്നിരിക്കും, ഉടുമ്പ് കണ്ടെന്നിരിക്കും, എല്ലാം ഉണ്ടാവുന്നല്ലേ. എന്റെ മോനെ, ഇവിടെ നോക്കിയാ ശരിക്കും ഉള്ളിൽ പ്രവീണേ, ഇവിടെ നിന്ന് ഹോളില് ഇങ്ങോട്ട് വാ ഉള്ളിലേക്ക് നോക്കിയേ. കണ്ട ഓ, നമ്മൾ പോണ്ട വഴിയാണ് കേട്ടോ ഇത്. അമേസിങ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പ്രവീണേ, നമ്മൾ കേറാണ് ഇതിന്റെ ഉള്ളിലേക്ക് അല്ലേ? സത്യേട്ടാ, നമുക്ക് അങ്ങോട്ട് പോവല്ലേ? ഓ, ഞാനും വരും കൂടെ. അപ്പൊ സത്യേട്ടൻ ആദ്യം വഴികാട്ടിയായിട്ട് ഉള്ളിലേക്ക് പോകുന്ന പറയുന്നേ. ഉള്ളിലേക്ക് കേറി പോവാൻ ഇച്ചിരി പാടാണ്. ഇനിയൊന്നും നോക്കാനില്ല. ഓ, ഇതിന്റെ ഉള്ളിലേക്ക് അല്ല, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓ, നിങ്ങൾ വരുന്നില്ലേ? സത്യേട്ടാ, നമ്മള് പോവല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇടിഞ്ഞ വഴിയാണ് ആദ്യത്തെ. അത് കഴിയുമ്പോ ഭയങ്കര ഇടുങ്ങിയതായിരിക്കും പറയുന്നത്. സത്യേട്ടാ പോട്ടെ.
ഓ അപ്പൊ നമ്മള് അകത്തേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവീൺ മച്ചാൻ വന്നുകൊണ്ടിരിക്കുന്നു. സത്യേട്ടനാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓ ഇവിടെ ഒന്ന് നമ്മള് സൂക്ഷിച്ചു കയറണം അല്ലേ? ഓ അടിപൊളി. മാൻ വേഴ്സസ് വൈൽഡ്. സത്യേട്ടാ ഒന്ന് വെട്ടടിക്കോ? ആ ഓക്കെ. ഇത് സൂപ്പറാണ്. സത്യേട്ടൻ 2 കിലോമീറ്റർ അപ്പുറത്തി. ഓക്കെ അവിടെ അല്ലേ? അടിപൊളി. കേറി പാടാ മക്കളെ. സത്യേട്ട ഫാസ്റ്റ്. തവള, കാട്ടുപോത്ത്, പൊന്നുടുമ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് വൻ സെറ്റപ്പ് ആണല്ലേ സത്യേട്ടാ? അപ്പൊ അവിടെ വലിയ ഹാളുണ്ടെന്ന് പറഞ്ഞ സ്ഥലം അങ്ങോട്ട് പോകണം. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ നിരങ്ങിന്ന് എങ്ങനെ എത്തോ? അപ്പൊ അതിന്റെ ഉള്ളിൽ വലിയൊരു ഹാളുണ്ടെന്നാ പറയുന്നേ. അപ്പൊ പ്രവീൺ മച്ചാനൊക്കെ അതിൽ കൂടെ ഇങ്ങനെ ഊർന്നു വരുന്നു. ഇതൊന്നും അറിയാതെ സത്യേട്ടൻ അവിടെ വേറെ മൂഡ് മുറുക്കാനൊക്കെ എടുക്കുന്നു. വേറെ മൂഡ്. നിങ്ങളുടെ പണി ഞാനിവിടെ ചെക്ക. സത്യം മനുവിന്റെ ഐഡിയാണ്. ഇവിടെ പ്രത്യേക തരം ഗുഹയുണ്ട്. അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഇപ്പൊ നോക്കിയാ ഓരോരുത്തന്മാരും ഉള്ളിൽ കയറാനായിട്ട് പെടഞ്ഞൊക്കെയാണ് കയറുന്നത്. ഇതൊന്നും അറിയാതെ സത്യേട്ടൻ വീണ്ടും സത്യേട്ടൻ. നമ്മള് പോവാണപ്പോ. അതെ, തിരിച്ചു വരുമ്പോ വഴി കണ്ടില്ലെങ്കില് വേഗം വന്നാ വാവലിന്റെ ഫോട്ടോ എടുക്കാം. വേഗം കേറി വാ കേറി വാ. ഓക്കെ അടിപൊളി. നമ്മളിങ്ങോട്ട് കേറി, അവര് കേറി വരുന്നേ ഉള്ളു. കമോൺ ഗായ്സ്. അപ്പൊ നമ്മുടെ പ്രവീൺ മച്ചാനും അജു മച്ചാനും ടീംസൊക്കെ പുറകിലെ വരുന്നുണ്ട്. വാ 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 വാ. സത്യേട്ടൻ വീണ്ടും ഫസ്റ്റ്. സത്യേട്ടൻ എനിക്ക് തോന്നണ ഇതിന്റെ ഉള്ളില് എന്തോ പരിപാടിക്ക് ഉണ്ടെന്ന് തോന്നണ്. സത്യേട്ടൻ വലിച്ച് കയറ്റാണ് നമ്മളെ. ഇതിനെങ്ങനെ മണലൊക്കെ വന്നേ? വെള്ളം ഒലിച്ചിട്ടായിരിക്കും അല്ലേ? ഇതിൽ കൂടെ നമ്മൾ ഏത് വഴിക്കാ കയറാ? ആ അവിടെ ഇച്ചിരി വീതി ഉണ്ടെന്നോളെ. എനിക്ക് പറ്റോ? മതി, ഇത്ര കെട്ടാ മതി. ഒരു 1/2 കിലോമീറ്റർ ആയി നമ്മള് കിടന്ന് തന്നെ നീങ്ങുന്നു. ഓ എവിടെ? അതിന്റെ അകത്ത് എനിക്കാൻ പറ്റുന്നൊക്കെ പറയുന്നു. ആ ഓ അതിന്റെ ഉള്ളിലേക്ക് ഇനി വേറെ വഴിയുണ്ടല്ലേ? ഇവിടെ ഒരു ടീംസ് എത്തിയിട്ടില്ല. നിങ്ങൾ വരുന്നില്ലേ? മനുമോൻ സത്യേട്ടാ അവര് നമ്മളത്ര സ്പീഡില്ലട്ടാ. പക്ഷെ ഇത്ര ഉള്ളിലേക്ക് നമ്മൾ വന്നെങ്കിലും ഇവിടെ ഓക്സിജൻ ഉണ്ട്. തലയുടെ മുകളിലൊക്കെ വെള്ളമൊക്കെ വീഴുന്നുണ്ട്. മക്കളെ നിങ്ങൾ എന്തെങ്കിലും വരുമോ? എന്ത് സ്റ്റക്കായി പോയാ? ഉള്ളിലേ കൂട്ടോടാ കൂട്ടം. ഓ വാവലിന്റെ കൂട്ടോടാ. വെട്ട ഞാൻ പിടിക്കാത്താ. ഇല്ലടാ ആരും വന്നില്ല. വവ്വാലിന്റെ കൂട്ടോടാ അത്. വാമ്പയർ ആയിരിക്കും ഇനി. വാമ്പയർ ഇവിടെ കാണുന്നുണ്ടോടാ? ഓ ഇവിടേക്കൊക്കെ വരുന്നുണ്ടേ. ഓ വാ 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 അകത്തേക്ക് കയറാം നമുക്ക്. ഞങ്ങള് വവ്വാലിനകത്തോട്ട് കേറാൻ പോവാ.
ഇതിലെവിടെയോ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. അവരെന്താ വരാത്തെ? അകത്തണ്ട കുഴപ്പമില്ല. ഊരിന്റെ തിരിഞ്ഞേക്കാണ് വെറുതെ. അതിലെ കയറാം. മതി മതി. ആണോ? മനു തരാൻ വന്നിട്ടില്ലല്ലേ? സത്യേട്ടാ മഞ്ചേട്ടൻ വന്നിട്ടുണ്ടേ മുമ്പോടേക്ക്. ഇവിടെ എവിടെ എണീറ്റിക്കാൻ പറ്റുന്ന സ്ഥലം? ആ പിന്നെ വലിയ സ്ഥലം കേട്ടാ മതി. ഏതിന്റെ ബാറ്ററി മാറ്റണം. ഒറ്റ എത്ര ശതമാനം ഉണ്ട്? എടാ ഇതിന്റെ മുകളില് സെറ്റ് സ്ഥലം വാ. എവിടെ? നിനക്ക് വട്ടാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ട അവസ്ഥയായി. എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ ഇങ്ങനെ നടന്നു വരുന്നു. ബാക്കിൽ ഒരു ടീമുണ്ട്. സത്യമായിട്ട് ഉരുണ്ട് പെരണ്ട് പോകുന്നു. വാവ്, സത്യേട്ടാ എങ്ങനെയുണ്ട് അവിടെ? അവിടെ എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാവോ? ഇത് വേറെ തരം ഗുഹയാ. മനു ഞങ്ങളെ പറ്റിയതാ. കഴുത്ത കൊടിച്ചിരിക്കും. മനോ അയ്യാ. അതെ, എന്നോട് പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ സുഖമായിട്ടിരിക്കാന്താ. ഞാനിപ്പോ ഇരിക്കണ കഴുത്ത് പെടലിലെ കൊടിച്ച് ഞാൻ കണ്ടില്ല. അപ്പൊ മച്ചന്മാരെ നമ്മുടെ ഗുഹയെന്നൊക്കെ കയറി ഇറങ്ങിയത് ദാ വഴി നമ്മൾ 100 വന്നു കഴിഞ്ഞപ്പോഴേക്കും മൊത്തത്തിൽ ചെളിയിലൊക്കെ കുളിച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി താഴെ പോയി ഒന്ന് ഫ്രഷായി വന്നിരിക്കുകയാണ്. അതിന്റെ അടിയിൽ വേറൊരു അരുവി ഉണ്ടല്ലേ, അരുവിയിൽ നമുക്ക് നാളെ കാലത്തോടെ പോയി കുളിക്കണം. നല്ല രസമാണ്, നല്ല തണുത്ത വെള്ളമായിട്ട്. അപ്പൊ ഇത് നമ്മള് മാത്രമല്ല, എന്തോരം പേരാന്ന് അറിയുന്നത് നമ്മുടെ കൂടെ ക്യാമ്പിങ്ങിനുള്ളത് എല്ലാവരും ഉണ്ട്. അപ്പൊ സംഭവം എന്തേ, നമ്മള് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ നല്ല തണുപ്പാണ്. തീ ഇടണോ അല്ലേ? അപ്പൊ നമ്മള് കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ തീ ഇടാനുള്ള പരിപാടി നോക്കുകയാണേ. കത്തി വരട്ടെ, ഇവിടെ തണവായതുകൊണ്ട് കത്തി വരാൻ സമയം എടുക്കും. കത്തി വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ തീയൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം. ഓ, സത്യം പറഞ്ഞ് ഇത്രയേറെ തണുത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒന്ന് തീയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ചൂടൊക്കെ വരുന്നുണ്ടേ. ഓ, അതൊരു തീയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര തണവട്ടെ. ശരിക്കും നമ്മളെ പാറയുടെ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടി കേറി വന്നു കഴിഞ്ഞപ്പോ നമ്മൾ എങ്ങനെ വന്നല്ലേ? സത്യം വന്നോടുകൂടി ഓ കൈ മുറിഞ്ഞ് ശരിക്കും അതിന്റെ ഉള്ളിലേ. ഓ, അതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മണല് പോലെയാണ്. അതായത് വെള്ളം ഒഴുകി ഇങ്ങനെ സ്പൈക്സ് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മ ഇങ്ങനെ തള്ളി കയറി വരുമ്പോ നൈസായിട്ട് കൈകാലൊക്കെ മുറിയുന്നുണ്ട്. അതവൻ ഓ അവിടെ ഇവിടെ ഒക്കെ മുറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തീയൊക്കെ ഇട്ടൊന്ന് ചൂടടിച്ചു കഴിഞ്ഞപ്പോ ഒരു സമാധാനം. അപ്പൊ ഇന്ന് നമ്മളിത് ഇവിടെയാണ് കൂടാൻ പോകുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പുറത്ത് നല്ല മഴയുണ്ട്, പിന്നെ ആ ഒരു വെള്ളത്തിന്റെ സൗണ്ട്. ഇത് എവിടെയാണെങ്കിൽ ചെറിയ നീർച്ചാലൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടി തന്നെ. അപ്പൊ തീയൊക്കെ ഒന്ന് കത്തി വരുമ്പോഴേക്കും നമുക്ക് രാത്രി ഭക്ഷണത്തിനുള്ള പരിപാടി നോക്കാം. ഇന്ന് നമ്മുടെ സ്പെഷ്യല് ചിക്കൻ ചുട്ടത്. തീർച്ചയായിട്ടും അല്ല പിന്നെ എങ്ങനെയാണ് ജീവിച്ചത് ആലോചിച്ചു. അവർക്ക് ചിക്കൻ ഒന്നും കിട്ടിയിരുന്നില്ല. കാട്ടുകോഴിയൊക്കെ ആയിരിക്കുള്ളൂ. ആ കാട്ടുപോത്ത്, കാട്ടുപന്നിയൊന്നും നമുക്ക് കിട്ടാത്ത കാരണം ഇല്ലീഗലാണ് അതൊക്കെ. അപ്പൊ നമ്മള് നാട്ടുകോഴീനെയാണ്, അതായത് നാടൻ കോഴി, വീട്ടിലുള്ള കോഴീനെയാണ്. അതന്നെ, ബ്രോയിലർ കോഴീനെയാണ് നമ്മളിന്ന് ഈ തീയില് ചൂടാൻ പോകുന്നത്. ഒരു ചൂടൊക്കെ ഓ, ഇവിടെന്ന് സത്യം പറഞ്ഞ അനങ്ങാൻ തോന്നല്ല. ചൂടടിച്ചു കഴിഞ്ഞിട്ട് സത്യേട്ടാ കനലാവും ഇപ്പോ. ആ കനലാവട്ടെ, കനലായി കഴിഞ്ഞാൽ അപ്പൊ ചിക്കൻ ചൂടാണ്. അപ്പൊ അതേ വിറകൊക്കെ ഒന്ന് കത്ത് പിടിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ചിക്കന് നമുക്ക് മസാല തേക്കാനുള്ള പരിപാടി നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ എന്റർടൈൻമെന്റ്. കോഴി ചൂടാ, ചപ്പാത്തി ചൂടാ, കഴിക്കുക,
ഇവിടെ നിന്ന് നമ്മള് ഇവിടെ തങ്ങും. അതാണ് നമ്മുടെ പ്ലാൻ. വെള്ളം വരുന്നുണ്ടല്ലോ, ഇവിടുന്ന് വേണമെങ്കിൽ വെള്ളമൊക്കെ കളക്ട് ചെയ്ത്. നല്ല വെള്ളമുള്ളേ. ആ വെള്ളം വീഴുമ്പോൾ നല്ല തണുവിട്ടാ. പാറയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നല്ല തണവാണ് വെള്ളത്തിന്. പിന്നെ കോഴി നമുക്ക് ചുട്ട് കളയുക. ചുട്ടെടുക്കണം കോഴികൾ. മസാല തേച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കോഴി എപ്പോൾ എടുക്കുന്നുള്ളൂ. 4 പീസുള്ളൂ. 4 പീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കുക, വരയുക. മസാല ഇതെങ്ങനെ വരയുക, എന്നിട്ട് മസാല തേച്ച് ഇടിക്കുക. എന്നിട്ട് നമ്മൾ ചുടുകയുള്ളൂ. നമ്മൾ ഈ കാട്ടിലല്ലേ. ഇനി കോഴിക്കുള്ള കോഴിക്കാലും മസാല ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. സത്യം, അത് കണ്ടിട്ടല്ലേ എത്ര പേരെ പരിവായല്ലേ. അപ്പൊ നമ്മള് നമ്മുടെ ചിക്കനെ ഇനി നേരെ ഓരോന്നായിട്ട് എടുത്ത് അലുമിനിയം ഫോയിലിൽ പൊതിയാനുള്ള പരിപാടി. സത്യേട്ടാ പൊതിഞ്ഞോ മോനെ? അടുത്ത ഫോയിൽ ഇരുത്തന്നേടാ. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ ഫോയില്. ആർക്കാ കോഴിയുടെ കാല് വേണ്ടേ? ആ, അപ്പൊ എല്ലാരും കോഴിയുടെ കാലിന്റെ ആവശ്യക്കാരായി. ആ പിടിച്ചോ. എന്നാലും ഈ ആദ്യം മനുഷ്യരെങ്ങനെയാണ് കോഴിനെ ചുട്ടിട്ടുണ്ടാവുക? ഫോയിലൊന്നും ഇല്ലല്ലോ, വാഴയിലൊക്കെ ഇരിക്കുള്ളൂ അല്ലേ? ആ, അങ്ങനെ നമ്മുടെ ഒരു റൗണ്ട് കോഴി നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ്. ഇനി ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ കോഴിട്ടാ. അപ്പോൾ അത്യാവശ്യം കനലൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മളിനി ഇവനെ നേരെ കനലിലേക്ക് ഇട്ട് ചുട്ടെടുക്കാനുള്ള പരിപാടിയാണേ. ഓ ഇല്ല. അടുത്തത് അങ്ങനെ കോഴിനെ ചുടാനായിട്ട് കനലിൽ കയറ്റിട്ടുണ്ടേ. അപ്പൊ ഇനി കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കനലൊക്കെ സെറ്റ് ചെയ്തിട്ട് വരട്ടെ. ഇടയ്ക്ക് നമ്മൾ തിരിച്ചും മറച്ചൊക്കെ ഇട്ട് ഇതിനെ വേവിച്ച് നല്ല പഞ്ഞി സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കണം. പഞ്ഞിയാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ബട്ടറൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ബേസിക് മസാല മാത്രം. ഞങ്ങളുടെ ഇടുക്കിയുടെ സ്വന്തം പൂച്ചയപ്പം. പൂച്ചയപ്പം കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്നാന്ന് പറയുന്നത്? ചക്കട. ഞങ്ങളുടെ നാട്ടിൽ പൂച്ചയപ്പം, സമൂസ. കഴിക്കുവാനെ ഒരിടം കഴിച്ചേ. ഇതല്ലേ മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിൽ അത് തന്നെ കുമ്പളപ്പം എന്ന് പറയും. പൂച്ചപ്പം എന്ന് ഇടുക്കിയിൽ കൂടുതൽ പറയുന്നു. അജുവേ കഴിച്ചപ്പനെ ഇതാണ് ഞങ്ങളുടെ പൂച്ചപ്പം. ഇടുക്കിക്കാര് പൂച്ചപ്പം എന്ന് പറയുന്നത്. അപ്പം മറക്കണ്ട, അപ്പം പൂച്ചപ്പം. കരിഞ്ഞു പോയി കുറച്ച്, കുഴപ്പമില്ല. കണ്ട നേരത്തെ വെച്ച് ചിക്കൻ എന്തായി നോക്കാം നമുക്ക്. ഞാൻ എന്തൊക്കെ പണി ചെയ്യണം? ചപ്പാത്തി ചുടണം, ചപ്പാത്തി തിന്നണം, ചിക്കൻ ചുടണം. എൻ്റെ അപ്പോ ഇതെങ്ങനെ എടുക്കും? ഞാൻ ഒരു സകലകലാ വല്ലഭനല്ലേ. പ്ലേറ്റ് നമ്മുടെ അജുമോനോടെ ചപ്പാത്തി ചുടണു. നമ്മുടെ കോഴി ചിക്കൻ തിന്നാനുള്ള പരിപാടി. ഓ എല്ലാം കൂരി പോകുന്നു. നല്ല ആവി പറക്കണ കോഴി. കോഴി നല്ല ചൂടൻ കോഴി. നമുക്കൊരു പൊറോട്ട ചപ്പാത്തി ഇട്ട് കഴിഞ്ഞാൽ ഇതും കൂട്ടി പിടിക്കാം. കഴിച്ചു നോക്ക്. ഓ അവിടെ തീയൊക്കെ കെടുത്തി സെറ്റ് ആയിട്ടുണ്ട്. അത് കളിക്ക്. അതെ സത്യം പറഞ്ഞാണ് അതിന്റെ ശരി. അപ്പൊ കഴിച്ചേ.
അല്ല പിന്നെ പ്രവീണേ നീ എന്താ കഴിക്കാത്തേ വാ. ഞാൻ കഴിച്ചോളാം. അപ്പൊ പ്രവീൺ മച്ചാനുള്ള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവൻ ക്യാമറ എടുത്ത് വെക്കാതെ അവൻ ഫുഡ് തൊടില്ല എന്നുള്ള വാശിയിലാണ്. പ്രവീൺ മച്ചാന് സേഫ്റ്റിയുടെ കാര്യമൊക്കെ ഭയങ്കര കൺസേൺ ആണ്. നല്ല പീസ അല്ലേ? അപ്പോൾ അതെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തല ജയിക്കാനുള്ള പരിപാടിയാണ്. കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങാം, കാലത്ത് ഇരിക്കാം, നല്ലൊരു കട്ടനിടാ, കുടിക്കുക, അതൊക്കെ പ്ലാൻ അല്ലേ? അപ്പൊ മച്ചാന്മാരെ ഇതേ നമ്മുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഇനി കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ പാത്രമൊക്കെ കഴുകി വെച്ച് സെറ്റായി. ഇവിടെ ആണെങ്കിൽ ഇതേ പ്രവീൺ മച്ചാനും ഫുഡ് കഴിച്ചു, എല്ലാവരും സെറ്റാണ്. അപ്പോൾ ഇതേ എന്തായാലും ഇനി തല ചായ്ക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഓരോരുത്തരായിട്ട് അങ്ങനെ കിടക്കുക. നാളെ കാലത്ത് എന്നിട്ട് ബാക്കി പരിപാടി കേട്ടാ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ മച്ചാന്മാരെ ഇതേ കാലത്ത് എനിക്കിടന്നൊക്കെ വിചാരിച്ചാണ് ഒരു 9 മണി 10 മണി ആവാറായി തോന്നുന്നുണ്ട് നമ്മൾ എനിക്ക് വന്നപ്പോൾ. അപ്പോൾ നമ്മളിനി ചായ കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. തീ കൂട്ടാനായിട്ട് അപ്പൊ അതേ ചായക്കുള്ള വെള്ളം വെക്കാണ്. ഇന്ന് കാലത്ത് ചായ നമ്മുടെ ചായക്കുള്ള വെള്ളം വെച്ച് സെറ്റായി വരുന്നുണ്ട്. വരുമാനെ വെള്ളമൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തേയിലെടുത്താ നമ്മളെ കാലത്തേക്ക് ചായ മാത്രമേ കരുതിയിട്ടുള്ളൂ, കഴിക്കാനൊന്നും കരുതിയില്ല. ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്നലെ രാത്രി തന്നെ കഴിച്ചു വെച്ചു. വിശക്കുന്നുണ്ട്. ചായ തേയിലിട്ട് കൊടുക്കുകയാണ് നമ്മളെ. ഓ അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. കാണുന്ന വെള്ളച്ചാട്ടമില്ലേ, അതിനടി പോയി കുളിച്ചാൽ നമുക്ക് കുളിക്കാം. ചായ കുടിച്ച് കഴിഞ്ഞാൽ വേറെ പരിപാടി ഒന്നുമില്ല, കഴിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. നല്ല തണുത്ത വെള്ളമായിരിക്കും, ഉറക്കപ്പിച്ചനെ മാറിയിട്ടുമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ കിടക്കാനുള്ള നല്ല സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ താഴെ ഒരു പാറ കണ്ട, ആ പാറ ഒന്ന് സൂം ചെയ്താൽ ചേട്ടാ, അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ കിടന്ന്. ഇവിടെ ഒരു 3 പേര് കിടന്നു. പിന്നെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കയറി വന്നു. ഇവിടെ തീ കൂട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വെള്ളച്ചാട്ടം അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുളിക്കാൻ പോവാണേ. ആ ഒരു വെള്ളച്ചാട്ടം വന്ന് അങ്ങനെ ഒഴുകി പോകുന്ന സ്ഥലമുണ്ട്, അവിടെ നമ്മൾ കുളിക്കുമ്പോൾ പോയിട്ട്. ഒരു ടെൻഷനും ഇല്ലാത്ത ഗുഹാജീവിതം സത്യം. പക്ഷെ മനു നല്ല ടെൻഷൻ അടിച്ച് മരിച്ച്. അതെ തീ മുഖ്യം, കാരണം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പൊ നമ്മളത് തീയൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുമ്പോൾ മഴ പെയ്യാണ് പുറത്ത്, അതാണ് വെള്ളം ചാടുന്നത്. ശരിക്കും ഇതിന്റെ എല്ലാം ഉള്ളിൽ കൂടി ഗുഹകളാണ്. നമുക്ക് ഉള്ളിലേക്ക് വേണമെങ്കിൽ കയറി പോവാം. നമ്മൾ നേരത്തെ കയറിപ്പോയ പോലെ ഇതിന്റെ ഉള്ളിൽ നിന്നും വഴിയുണ്ട് ഉള്ളിലേക്ക് കയറി പോണെങ്കിൽ. മനുമോൻ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. സംഭവം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ. അപ്പൊ മച്ചാന്മാരെ നമ്മുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഗുഹയുടെ ഉള്ളിൽ കയറണം, അവിടെ ക്യാമ്പ് ചെയ്യണം എന്നൊക്കെ. അപ്പൊ നമ്മൾ ഗുഹയുടെ ഉള്ളിൽ കയറി അതിന്റെ ഔട്ട് ഇപ്പുറത്തെ സൈഡ് വന്നു. അതായത് ഗുഹയുടെ ഉള്ളിൽ കൂടി തന്നെ കടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് എത്തി. ഇവിടെ നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്തു. അടിപൊളിയില് ഇവിടെ ആ ചുറ്റേക്കൊക്കെ കാണിച്ചോളൂ. ശരിക്കും പാറ എടുക്കും, പാറ കെട്ട്, അതിന്റെ ഉള്ളില് ഒരു പ്രത്യേക ഒരു തണുപ്പുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്തത് കേട്ടോ. അപ്പൊ മച്ചാന്മാരെ നമ്മള് കാത്തിരുന്ന പോലെ നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് പുറത്ത്. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പ്രവീൺ മച്ചാനാണെങ്കിൽ അവിടെ ഇരുന്ന് ചൂട് കാഞ്ഞോണ്ടിരിക്കണം. പ്രവീണേ നമുക്കൊരു വെറൈറ്റി സ്ഥലത്ത് വേണ്ടേ കുളിക്കാനായിട്ട് പോയേക്കാണ്ട. അപ്പൊ നമ്മള് ഇനി ഒരു വെറൈറ്റി സ്ഥലത്താണ് പോവാൻ പോകുന്നത്. മനുമോനെ കൊറേ ഉണ്ടാ ദൂരം. ഇതില് വെറൈറ്റി എന്ന് പറഞ്ഞാൽ 50 വെറൈറ്റി സ്ഥലമാണ്. ഞാൻ പോയിട്ട് കാട്ടിത്തരാം. അപ്പൊ നമ്മള് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴുള്ള വഴി ദുർഘടമായിരിക്കും എന്ന് പറയില്ലേ, അതുപോലെയാണ്. ചെന്ന് കഴിയുമ്പോ വേറെ 3 സ്ഥലമായിരിക്കും. ബ്രഹ്മചാനെ പോലെ നല്ല വലിയ കാട്ടിൽ കൂടെ പോണത്.
നല്ല ആമസോൺ പോലത്തെ വലിയ കാട്ടിൽ കൂടെയാണ് പോണത്. ഇവിടെ ജിയോ ഉപ്പൊക്കെ എടുത്തിട്ടുണ്ട്, നാരങ്ങാച്ചാർ ഉണ്ടാക്കാനല്ല, അട്ട കടിക്കാണ്ടിരിക്കാനാണ്. ചെറിയ പ്രശ്നമുണ്ട്. നല്ല തണുത്ത വെള്ളോട്ടാ ഇത്. അങ്ങ് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണേ. നമ്മളിപ്പോ കുളിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടാൽ ഞെട്ടും. ഇങ്ങനെയെല്ലാം കാണുന്നത് വേറെ രീതിയിലല്ലേ. നോക്കേ അതിങ്ങനെ തിരിച്ചു വരും. മോഹനെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ കൂട്ടുകാരെ കൂടി നമ്മളെല്ലാവരും കൂടി അടിപൊളിയായിട്ട് ക്യാമ്പ് ചെയ്ത് സെറ്റായി. ഇവിടുത്തെ കൂലിയൊക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയാ, പറഞ്ഞു തീരാനായിട്ട് വാക്കില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മഴയും പെയ്യുന്നുണ്ട്. മനുഷ്യട്ടാ ഗുഡ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മനുഷ്യന്മാരെ ഇതിലെല്ലാം